ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഗ്രാഫ് ഞാൻ കുറച്ചു പേർക്ക് മിക്കവർക്കും ഹോംവർക്ക് ആയിട്ട് വരയ്ക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോ ഗ്രാഫ് എല്ലാവരും വരച്ചിട്ടുണ്ട്. ആ ഗ്രാഫിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രാഫ് നിങ്ങൾക്ക് എക്സാമിന് തന്നിരിക്കും. ഏതെങ്കിലും ഇൻവേഴ്സിന്റെ ചോദിക്കുള്ളൂ. ഇൻവേഴ്സിന്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തന്നിട്ട് അത് ഏതിന്റെ ഗ്രാഫാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോയ്സ് തന്നിരിക്കും. ഇപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ് ഏതാണെന്ന് പറഞ്ഞ് ചോയ്സ് തന്നിരിക്കും. ഏതിന്റെ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ചോദിക്കാം. ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അല്ലാതെ അതങ്ങനെ വരയ്ക്കാനൊക്കെ ഒന്നും പറഞ്ഞു കണ്ടിട്ടില്ല. എന്നാലും നിങ്ങളൊന്ന് നന്നായിട്ട് നോക്കി വെക്കുക. ഗ്രാഫ് എന്ന് പറയുന്നത് വലിയ പാടൊന്നും ഇല്ലല്ലോ. അപ്പോ നമ്മൾ കുറച്ച് പ്രൂഫുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നമുക്ക് അതിന്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് 2 sin inverse x equal to sin inverse 2x into root of 1 minus x square. 2 sin inverse x equal to sin inverse 2x into root of 1 minus x square. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എല്ലാവരും നന്നായിട്ട് നോട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതില് 2 sin inverse x equal to sin inverse 2x into root of 1 minus x square. അപ്പൊ 2 sin inverse x അവിടെ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. sin inverse x നമ്മൾ പ്രത്യേകിച്ച് ഫോർമുല ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ റൈറ്റ് സൈഡ് വേണം നിങ്ങൾ എടുക്കാനുണ്ട്. അപ്പൊ RHS equal to sin inverse 2x into root of 1 minus x square. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരെയാണെങ്കിൽ നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ അല്ലെങ്കിൽ എ കോസ് തീറ്റ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. എക്സ് ഈക്വൽ ടു വെറും സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ. വെറും സൈൻ തീറ്റ അല്ലെങ്കിൽ എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. കോസ് തീറ്റ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ഒരു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ വന്നിട്ടില്ലേ. അപ്പൊ എന്തായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സും കൂടെ ആയതുകൊണ്ട് നമ്മുടെ സൈൻ തീറ്റ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഇവിടെ കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ നിങ്ങൾ കോസ് തീറ്റ വേണം കൊടുക്കാനായിട്ട്. അത്രേ ഉള്ളൂ അവിടെ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എക്സിന് കൊടുക്കാൻ പോകുന്നത് എന്താണ് കൊടുക്കാൻ പോകുന്നത്. സൈൻ തീറ്റ. എങ്ങനെയാണ് സൈൻ തീറ്റ എന്ന് മനസ്സിലാക്കിയത്. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ വരികയാണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. സൈൻ തീറ്റ കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് കൊടുക്കും x is equal to sin theta. Put x is equal to sin theta. ഞാൻ പറഞ്ഞായിരുന്നു x equal to sin theta കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് തീറ്റ കണ്ടുപിടിച്ച് വെക്കണം. ഉടനെ തീറ്റ കണ്ടുപിടിച്ച് വെക്കാൻ എന്റെ കൂട്ടത്തിൽ തന്നെ തീറ്റ ഈക്വൽ ടു സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും. സൈൻ ഇൻവേഴ്സ് ഇവിടെ ആംഗിൾ ഏതാണ് x. തീറ്റ ഈക്വൽ ടു എന്താന്ന് വരും. സൈൻ ഇൻവേഴ്സ് x എന്ന് വരും. അപ്പൊ RHS ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സൈൻ ഇൻവേഴ്സ് 2 എക്സിന് വേറെ എന്താണ് നമ്മൾ കൊടുക്കുന്നത്. സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. എക്സ് എന്താണ് സൈൻ തീറ്റ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ എന്തായി മാറും. സൈൻ തീറ്റയുടെ സ്ക്വയർ. സൈൻ തീറ്റയുടെ സ്ക്വയർ എന്താണ് സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം നമുക്ക്. സൈൻ തീറ്റ ആണെന്ന് അറിയാം. അപ്പൊ എക്സ് സ്ക്വയർ എന്തായിരിക്കും. സൈൻ തീറ്റയുടെ സ്ക്വയർ. സൈൻ തീറ്റയുടെ സ്ക്വയർ എന്താണ് സൈൻ സ്ക്വയർ തീറ്റ equal to sin inverse 2 sin theta into root of എന്താണ് 1 minus sin square theta. പഠിച്ചു വെക്കുന്നത് 1 minus sin square theta എന്ന് പറയുന്നത് എന്താണ് cos square theta. കാരണം എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് sin square theta plus cos square theta equal to 1. അപ്പൊ അവിടെ നിന്ന് cos square theta equal to sin square theta അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും. 1 minus sin square theta. സൈൻ സ്ക്വയർ തീറ്റ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ ഒരു 1 ഉണ്ട്. സൈൻ സ്ക്വയർ തീറ്റ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആയി. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയുടെ ഫോർമുല എന്താണ് കോസ് സ്ക്വയർ തീറ്റ. അതുപോലെ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്താണ് സൈൻ സ്ക്വയർ തീറ്റ. മാറി മാറി പറയാൻ പറ്റും. അപ്പൊ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഏതാണ് സൈൻ സ്ക്വയർ തീറ്റ. അത് രണ്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് ഞാൻ എന്ത് കൊടുത്തു
1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. ഈ ഫോർമുലാസ് ഒക്കെ എല്ലാം നോട്ട് ചെയ്ത് പോകണം എല്ലാരും. 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ. എന്താണ് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത്? സ്ക്വയറിന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ സ്ക്വയർ അങ്ങ് പോവില്ലേ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് അല്ലേ? അതുപോലെ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ ആണ്. റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. ട്രിഗണോമെട്രി ഫംഗ്ഷനിലെ ഫോർമുലാസ് ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമുലയാണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഏതിന്റെ ഫോർമുലയാണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത്? സൈൻ 2 തീറ്റയുടെ ഫോർമുലയാണ് അത്. സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. 2 സൈൻ 2 തീറ്റ ഈക്വൽ ടു എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പൊ 2 സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് ഞാൻ എന്ത് കൊടുത്തു? സൈൻ 2 തീറ്റ. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഏതായിരുന്നു? സൈൻ ഇൻവേഴ്സ് സൈൻ എന്നും പറഞ്ഞു വരണം. ശരിയല്ല? എന്നാലേ നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ചായിരുന്നു സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? എക്സ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത് വരുമ്പോ ഈ ബ്രാക്കറ്റിനകത്ത് എന്ത് വരണം? സൈൻ വരണം. അപ്പൊ ബ്രാക്കറ്റിനകത്ത് സൈൻ വരാനായിട്ട് ഇവിടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് എക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എക്സിന് എന്ത് കൊടുത്തത്? സൈൻ തീറ്റ കൊടുത്തത്. വിട്ടിട്ടുന്നുണ്ടല്ലായിരുന്നു? അപ്പൊ സൈൻ തീറ്റ കൊടുത്തിട്ട് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പൊ ലാസ്റ്റ് സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന രീതിയിൽ വന്നു. അപ്പൊ സൈൻ ഇൻവേഴ്സും സൈനും പോകുമ്പോൾ ബാക്കി എന്ത് വരും? അവിടെ 2 തീറ്റ എന്ന് വരും. ബാക്കി എന്ത് വരും? അവിടെ 2 തീറ്റ എന്ന് വരും. കാരണം സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അതുപോലെ സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 2 തീറ്റ ആണ്. ഈക്വൽ ടു 2. ഇനി ജസ്റ്റ് തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. തീറ്റയുടെ വാല്യൂ എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. തീറ്റയുടെ വാല്യൂ സൈൻ ഇൻവേഴ്സ് എക്സ്. ഇത് തന്നെയല്ലേ നമ്മുടെ LHS എന്ന് പറയുന്നത്? നോക്കി, 2 സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ LHS എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ആകെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ വരുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കണം? നിങ്ങൾ എ സൈൻ തീറ്റ. കാരണം ഇവിടെ 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 2 കോസ് ഇൻവേഴ്സ് എക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ എക്സിന് എന്ത് കൊടുക്കണം? എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നാണ് കൊടുക്കാനായിട്ട്. അപ്പൊ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ വരികയാണെങ്കിൽ നിങ്ങൾ എക്സിന് സൈൻ തീറ്റയും റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ നമ്മുടെ LHS കോസ് ഇൻവേഴ്സ് എക്സ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ, കാരണം കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എക്സിന് കോസ് തീറ്റ കൊടുത്താൽ മാത്രമേ ഇവിടെ തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കുമ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് വരുള്ളൂ. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരാം. അപ്പോ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ വരികയാണെങ്കിൽ സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ. അപ്പൊ ഞാനിവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് വരുന്നതുകൊണ്ട് എക്സിന് സൈൻ തീറ്റ കൊടുത്തു. അപ്പൊ എക്സ് ഈക്വൽ സൈൻ തീറ്റ അവിടെ നിന്ന് തീറ്റ കണ്ടുപിടിച്ച് വെച്ചു. എക്സിന്റെ വാല്യൂ കൊടുത്തു. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയുടെ ഫോർമുല കോസ് സ്ക്വയർ തീറ്റ. റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് 2 തീറ്റ ആണ്. ഇനി തീറ്റയ്ക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ LHS ആയി കഴിഞ്ഞു. അപ്പോ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ അത് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഹോംവർക്ക് നോട്ട് ചെയ്യും. show that 2 cos inverse x equal to 2 cos inverse x equal to sin inverse 2x into root of 1 minus x square. Sin inverse 2x into root of 1 minus x square. ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യും. ഒന്ന് ഹോംവർക്ക് ആയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. ക്ലൂ ഇതാണ്. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ വരുമ്പോ ഒന്നിൽ എക്സിന് സൈൻ തീറ്റ കൊടുക്കാം അല്ലെങ്കിൽ കോസ് തീറ്റ കൊടുക്കാം. നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരികയാണെങ്കിൽ നമ്മൾ എക്സിന് സൈൻ തീറ്റ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ കോസ് ഇൻവേഴ്സ് എക്സ് എന്നതുകൊണ്ട് നിങ്ങൾ എക്സിന് കോസ് തീറ്റ ആണ് കൊടുക്കാറ്. എക്സിന് കോസ് തീറ്റ എടുത്ത് സെയിം പ്രൊസീജിയർ ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ആൻസർ ആയി മാറും. അപ്പൊ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോട്ടി. ഈ പറയുമ്പോഴുള്ള ഫോർമുലാസ് കാര്യങ്ങളൊക്കെ എല്ലാം നോട്ട് ചെയ്ത് പോകണം. സൈഡില് ബോക്സിനകത്ത് വരച്ച് ഫോർമുലാസ് ഒക്കെ എല്ലാം നോട്ട് ചെയ്ത് വേണം വരാനായിട്ട്. പറയുന്ന പോയിന്റ്സ് നോട്ട് ചെയ്ത് വേണം വരാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ ഫംഗ്ഷൻ tan inverse root of 1 plus x square minus 1 by x in the simplest form. Root of tan inverse root of 1 plus x square minus 1 by x in the simplest form. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക.
റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ വരെയാണെങ്കിൽ നമ്മൾ എക്സിന് സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ ആണ് കൊടുക്കുന്നത്. റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ വരെയാണെങ്കിൽ 1 പ്ലസ് എക്സ് സ്ക്വയർ വരെയാണെങ്കിൽ എക്സിന് നിങ്ങൾ ടാൻ തീറ്റ അല്ലെങ്കിൽ കോട്ട് തീറ്റ കൊടുക്കണം. ടാൻ തീറ്റ അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? നിങ്ങൾ കോട്ട് തീറ്റ കൊടുക്കണം. മിക്കപ്പോഴും ടാൻ തീറ്റ ആയിരിക്കും കൊടുക്കുന്നത്, എന്നാലും അപൂർവമായിട്ട് ചിലപ്പോൾ കോട്ട് തീറ്റ എങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് വരാം. അപ്പൊ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ വരെയാണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? എക്സിന് എന്ത് കൊടുക്കണം? നിങ്ങൾ ടാൻ തീറ്റ അല്ലെങ്കിൽ കോട്ട് തീറ്റ. അപ്പൊ അതുപോലെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ് വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സിന് എന്ത് കൊടുക്കും? നിങ്ങൾ എ ടാൻ തീറ്റ എന്ന് വേണം കൊടുക്കാനായിട്ട്. എക്സിന് നിങ്ങൾ എന്ത് കൊടുക്കണം? എ ടാൻ തീറ്റ അല്ലെങ്കിൽ എ കോട്ട് തീറ്റ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, എല്ലാവരും ബോക്സിനകത്ത് ഇട്ട് വെക്കണേ. റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? എക്സിന് എ ടാൻ തീറ്റ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? എക്സിന് എ ടാൻ തീറ്റ ആണ് കൊടുക്കാനായിട്ട്. റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സിന് ടാൻ തീറ്റ, വെറും ടാൻ തീറ്റ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സിന് എ ടാൻ തീറ്റ. ഇവിടെ കിട്ടിയല്ലോ. 1 ആണ് വരുന്നെങ്കിൽ പിന്നെ എയുടെ ആവശ്യമില്ല. ഇവിടെ എ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എയും കൂടെ കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തു തരാം. അപ്പൊ പുട്ട് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ടാൻ തീറ്റ. അവിടെ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഉടനെ തീറ്റ കണ്ടുപിടിച്ചത്. തീറ്റ ഈക്വൽ ടു ടാൻ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? ടാൻ ഇൻവേഴ്സ്. ഇവിടെ എന്താണുള്ളത്? എക്സ്. തീറ്റ ഈക്വൽ ടു എന്താണെന്നു? ടാൻ ഇൻവേഴ്സ് എക്സ്. ഇത്രയായി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ടാൻ തീറ്റ. അപ്പൊ എക്സ് സ്ക്വയർ എന്തായി മാറും? ടാൻ സ്ക്വയർ തീറ്റ. എക്സ് സ്ക്വയർ എന്തായി മാറും? ടാൻ സ്ക്വയർ തീറ്റ. മൈനസ് 1 ബൈ എക്സ്. എക്സിന് വരെ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? ടാൻ തീറ്റ. എക്സിന് വരെ എന്താണ് കൊടുക്കുന്നത്? ടാൻ തീറ്റ. വിച്ച് ഇംപ്ലൈസ് ടാൻ ഇൻവേഴ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. നമുക്കറിയാം സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. എന്താണ് ഫോർമുല? എന്താണ്? സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. ആദ്യത്തെ ഐഡന്റിറ്റി ഏതാണ്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. രണ്ടാമത്തെ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അടുത്തത് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഈ 3 ഐഡന്റിറ്റിയാണ് അവിടെ ഉള്ളത്. ശരിയല്ലേ? ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി എന്നും പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പൊ ഈ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് അറിയായിരിക്കണം. അപ്പൊ അടുത്ത ഐഡന്റിറ്റി എന്ന് പറയുന്നതാണ് സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇവിടെ നിന്ന് സീക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു മൈനസ് ടാൻ സ്ക്വയർ തീറ്റ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആയി മാറും. മൈനസ് ടാൻ സ്ക്വയർ തീറ്റ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആയി മാറും. അപ്പൊ സീക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താണ്? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പൊ റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം സീക് സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം. സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്തായി? ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ is equal to tan inverse root of sec square theta. സ്ക്വയറും റൂട്ടും അങ്ങ് പോകും, ബാക്കി എന്താന്ന് വരും? സീക് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. 1 പ്ലസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എക്സിന് ടാൻ തീറ്റ കൊടുത്തു. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സീക് സ്ക്വയർ തീറ്റ ആണ്. റൂട്ട് എടുത്തപ്പോ സീക് തീറ്റ ആയി. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ നോട്ട് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് ഓർത്ത് വെക്കണം. അടുത്ത സ്റ്റെപ്പ് ഓർത്ത് വെച്ചിരുന്നാലേ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. കുറെ പേര് ഇവിടെ വന്ന് സ്റ്റക്ക് ആയി പോകും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എല്ലാവരും ഓർത്ത് വെക്കണം. അപ്പൊ ഇത്രയും നോട്ട് ചെയ്ത് വരണേ. വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വരെ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സീക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സീക് തീറ്റ എന്ന് പറയുന്നത് ഏതിന്റെ റെസിപ്രോക്കൽ ആണ്? കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ സീക് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതും. ശരിയല്ലേ? സീക് തീറ്റ ഞാൻ എന്താന്ന് എഴുതി? 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതി. മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും റേഷ്യോ ആണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണെന്ന് പറയുന്നത് ടാൻ തീറ്റ. അപ്പൊ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ടാൻ ഇൻവേഴ്സ് 1 into 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 into കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ കോസ് തീറ്റ into 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ പിന്നെന്തുണ്ട്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ.
സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലോ? ഇപ്പൊ ടാൻ ഇൻവേഴ്സ് രണ്ട് ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇത് ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 1 മൈനസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ എന്താണ്? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. കോസ് തീറ്റയും വെട്ടിപ്പോവും. ടാൻ ഇൻവേഴ്സ് എന്തെന്ന് വരും? 1 മൈനസ് കോസ് തീറ്റ ബൈ എന്തെന്ന് വരും? സൈൻ തീറ്റ എന്ന് വരും. 1 മൈനസ് കോസ് തീറ്റ ബൈ എന്തെന്ന് വരും? സൈൻ തീറ്റ എന്ന് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വരിക. അപ്പോ ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ജസ്റ്റ് ഇതുവരെ ഇനി അങ്ങോട്ടുള്ള ഇവിടം വരെ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നീട് അങ്ങോട്ടുള്ളത് സീക് തീറ്റനെ കോസ് തീറ്റയുടെ റെസിപ്രോക്കലാക്ക്, ടാൻ തീറ്റനെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആക്കുക. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടിൽ നമുക്ക് കണ്ടിന്യൂ. ഒന്ന് നോട്ട് ചെയ്ത്